ഇഡിയം എന്ന് പറയുന്നത് എ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് വെരി ഈസി ടു ഡു, വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യത്തെ കുറിച്ച് പറയാനായിട്ടാണ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യം. എക്സാമ്പിൾ, ദാറ്റ് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ. ആ പരീക്ഷ എനിക്ക് വളരെ എളുപ്പമായ കാര്യമായിരുന്നു, ആ പരീക്ഷ എനിക്ക് വളരെ എളുപ്പമായിരുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ, അടുത്തൊരു ഇഡിയം സ്പിൽ ദ ബീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നതിനാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. ടു റിവീൽ എ സീക്രട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡോണ്ട് സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. നമ്മുടെ സർപ്രൈസ് പാർട്ടിയെക്കുറിച്ചുള്ള രഹസ്യം പുറത്ത് പറയരുത്. നെക്സ്റ്റ് വൺ, അണ്ടർ ദ വെദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖം തോന്നുന്നതിനാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫീല് തോന്നുന്നില്ല, അതിനാണ് ഫീലിംഗ് എ ലിറ്റിൽ സിക്ക് ഓർ അൺവെൽ. ഇതിനാണ് അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഐ എം ഫീലിംഗ് എ ബീറ്റ് അണ്ടർ ദ വെദർ ടുഡേ. ഇന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. മറ്റൊരു ഇഡിയം, ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവിന് മീതെ ശ്രമിക്കുന്നതിനാണ് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ എന്ന് പറയുന്നത്. ടു ടേക്ക് ഓൺ മോർ വർക്ക് ഓർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് യു ക്യാൻ ഹാൻഡിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡോണ്ട് ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ അറ്റ് യുവർ ന്യൂ ജോബ്. നിങ്ങളുടെ പുതിയ ജോലിയിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ചുമതലയൊന്നും ഏറ്റെടുക്കരുത്. അല്ല, ചില ജോലികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജോലി കൂടെ അവർ ഏറ്റെടുക്കും. ചിലപ്പം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ ചെയ്യാമെന്ന് പറയും. അവസാനം എന്ത് സംഭവിക്കും? നമ്മളത്ര എഫക്റ്റീവായിട്ടുള്ള ഒരാളല്ല എന്ന് അവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്നുള്ളതാണ്. രാത്രിയോളം കഠിനമായിട്ട് പ്രവർത്തിക്കുന്നതിനാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ടു വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. അപ്പോൾ അത് രാത്രി വരെ പണിയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് ആർ പ്രോജക്റ്റ്. അവളുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ രാത്രി വൈകി വരെ അവൾ വർക്ക് ചെയ്തു എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്കിതൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഡിയം എടുത്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് കമൻ്റ് ആയിട്ട് ഇടും. ഓക്കെ, നമുക്ക് നോക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.